2014 ഞാൻ കുന്നംകുളം DYSP സാറിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ജോലി ചെയ്തു വരുന്ന കാലത്താണ് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ വരവൂര് കുമരപ്പനാൽ ഭാഗത്തുള്ള മനീഷ് എന്നു പേരായ ഒരു പയ്യനെ കാണാതാവുന്നത്. മനീഷ് കാണാതായി കുറച്ച് ദിവസം ആയിട്ടും ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിരന്തരമായി അന്വേഷണം നടത്തി, യാതൊരു രക്ഷയുണ്ടായില്ല. അപ്പോൾ DYSP സാർ പറഞ്ഞു, അഷ്റഫേ ഒന്ന് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ ചെല്ല്, അവിടെ ഇങ്ങനെ ഒരു മാൻ മിസ്സിംഗ് ഉണ്ട്, ആ മാൻ മിസ്സിങ്ങിൻ്റെ അന്വേഷണം ഒന്ന് നോക്കി നോക്കുക, അവനെ കാണുന്നില്ല, എന്തൊക്കെ ദുരൂഹതകൾ പറയുന്നുണ്ട്. ശ്രീജിത്ത് സാറിനെ പോയി കാണാം, അവിടെ ശ്രീജിത്ത് സാറാണ് അന്നത്തെ SHO. അപ്പോൾ ഞാൻ നേരെ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ വന്ന് ശ്രീജിത്ത് സാറിനെ കണ്ടു, സംസാരിച്ചു. അഷ്റഫ് ഇങ്ങനെ കേസാണ്, അതെന്തോ ഒരു സംശയമുണ്ട്, അവൻ്റെ ലാസ്റ്റ് ലൊക്കേഷൻ മൊബൈൽ ഫോണിൻ്റെ കാണുന്നത് ഇരുനിലങ്കോട് ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ആ മലയുടെ ഭാഗത്താണ്. ആ ഭാഗത്താണ്, തിരുനിലങ്കോട് ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ളതാണ്. ആ സമയത്ത് അവസാനമായിട്ട് 1-2 കോളുകൾ വിളിച്ചിട്ടുള്ള കൂട്ടുകാരും ഇരുനിലങ്കോട് ഭാഗത്തുള്ളവരാണ്. പിന്നെ അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഈ മനീഷിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. കൂട്ടുകാർ ഈ അവസാന കോളിൽ കാണുന്ന ആളുകളെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോഴും അവർക്ക് ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ വിളിച്ചിരുന്നു, ഞങ്ങളോടൊന്നും പറഞ്ഞില്ല, അവൻ നേരെ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട് രാത്രി, ഞങ്ങളവിടെ ചീട്ടടിക്കാൻ പോയി, ഞങ്ങളിവിടെ മദ്യപിച്ചു എന്നുള്ള ഒരു കഥകളാണ് പറയുന്നത്. യാതൊരു രക്ഷയുണ്ടായില്ല. ഞാനും അതേപോലെ ആ പറഞ്ഞ സംഭവത്തിൽ പറഞ്ഞ അവസാനത്തെ കോളിൽ പറഞ്ഞ ആളുകളെ വിളിച്ച് ചോദിച്ചു. അവൾ വളരെ ഇതായിട്ട് വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതിനെ സാധൂകരിക്കുന്ന വിധത്തിൽ 2-3 സാക്ഷികളെയും പറയുന്നുണ്ട്. അവരും കണ്ടിട്ടുണ്ട് സാർ, ഇവർ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തായാലും കാര്യം ഗൗരവമായി. കാണാതെ അയാളെ കുറിച്ച് യാതൊരു വിവരമില്ല. അയാളാണെങ്കിൽ ഒരു ഫൈനാൻസ് കുറിയൊക്കെ നടത്തുന്ന ഒരു ആളാണ്, ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ഒരാളാണ്. അപ്പോൾ എന്തായാലും സംശയം വർദ്ധിച്ചു. മൊബൈലിൻ്റെ ലൊക്കേഷൻ പിന്നെ കാണുന്നില്ല. മൊബൈൽ ഈ എന്താ പറയുക, ആ അമ്പലത്തിൻ്റെ പരിസരത്ത് വിട്ടിട്ട് പിന്നെ പോയിട്ടുമില്ല. അതിന് ശേഷം അന്ന് രാത്രിക്ക് ശേഷം പിന്നെ വർക്ക് ചെയ്തിട്ടുമില്ല. ഒരു ദിവസം ഇതേപോലെ സുജിത് സാറും ഞാനും പിന്നെ 2 പോലീസുകാരും കൂടിയിട്ട് ആ പരിസരം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഈ അമ്പലം ഒരു ഫേമസ് അമ്പലമാണ് എന്ന് പറഞ്ഞാൽ ഒരു മലയിടുക്കിൽ ഉള്ള ഒരു പ്രതിഷ്ഠയാണ്. പാറയിടുക്കുകളിലുള്ള ഒരു പ്രതിഷ്ഠയാണ്. കാവടി ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ഒരമ്പലം. അതിൻ്റെ പുറകുവശം വലിയൊരു ചെങ്കുത്തായ മല, പാറയാണ് ആ മല പാറ കൊണ്ടുള്ളത്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കുറേ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അത് വളരെ ഉയർന്ന് നിൽക്കുന്ന. ഞങ്ങളങ്ങനെ SI സാറും ഞാനും ഹബീബും മറ്റു പോലീസുകാരും കൂടിയിട്ട് 2-3 പോലീസുകാരും കൂടിയിട്ട് ഈ മല കയറി. മല ചെങ്കുത്തായ മലയാണ്, പാറകളാണ്, മരങ്ങൾ കുറവാണ്. ഏറ്റവും ഈ അമ്പലത്തിൻ്റെ പുറകുവശം അങ്ങനെ പാറക്കെട്ട് കയറി ഏറ്റവും ടോപ്പിലെത്തി. അപ്പോഴേക്കും എല്ലാവരും ഒരുവിധം ക്ഷീണിതരായിരുന്നു. ഏറ്റവും ടോപ്പിലെത്തുന്നതോട് കൂടിയിട്ട് ഞങ്ങൾക്ക് അസഹ്യമായ ദുർഗന്ധം വരാൻ തുടങ്ങി. അതേമാതിരിക്ക് ഈച്ചകളുടെ അങ്ങനെ ഈച്ചകൾ പാറുന്നത് ദുർഗന്ധം തുടങ്ങി. അപ്പോഴേ ഞങ്ങൾക്ക് സംശയമായി, എന്തോ സംതിങ്. എന്തായാലും വീണ്ടും മുകളിൽ കയറി ഏറ്റവും ടോപ്പിലെത്തിയപ്പോൾ മരങ്ങളൊക്കെ നിൽക്കുന്ന കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ഏറ്റവും ടോപ്പിൽ. അവിടെ ചെന്ന് നോക്കിയപ്പോൾ നമ്മൾ ഞെട്ടിക്കുന്ന വിധത്തിലാണ് കാര്യങ്ങൾ കണ്ടത്. ഒരു വലിയ മരത്തിൻ്റെ വടിയിൽ കെട്ടിയ നിലയിൽ ഈ മനീഷിൻ്റെ മൃതദേഹം അഴുകി ഒരു മരത്തിൻ്റെ മുകളിൽ കെട്ടി വെച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ടിരിക്കുക. അത് അഴുകിയിരിക്കുന്നു, ഈച്ചാർക്കുന്നു, ഭയങ്കര ദുർഗന്ധം. അയ്യോ, അത് കണ്ടപ്പോഴേ നമുക്ക് വല്ലാത്തൊരവസ്ഥയായി തോന്നി. കാരണം കാണാനില്ലാത്ത ആളെ ബന്ധുക്കൾ അന്വേഷിച്ച് ഓരോ ഭാഗത്തേക്ക് അവരെ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്കും ഇവിടേക്കൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളെ നമ്മൾ കൊല്ലപ്പെട്ട നിലയിലാണ് പിന്നെ കാണുന്നത്. കൊല്ലപ്പെട്ടാണെന്ന് നമുക്ക് ഒറ്റയടിക്ക് തന്നെ പറയാൻ പറ്റുമല്ലോ, കാരണം ഒരാളെ വടിയിലൊക്കെ ഒരു വലിയ തണ്ടിൽ കെട്ടി വെച്ചിട്ടൊക്കെയുള്ള അവസ്ഥയിലാണ്. ആ വിവരം കണ്ടു ഉടനെ മേലുദ്യോഗസ്ഥന്മാരെ അറിയിച്ചു, അതുപോലെ തന്നെ ഈ ബന്ധുക്കളെ അറിയിച്ചു. ബന്ധുക്കൾ വന്നു, ബോഡി ഐഡൻറ്റിഫൈ ചെയ്തു. ഇത് മനീഷ് തന്നെയെന്ന് മനസ്സിലായി. ഡീകമ്പോസ്ഡായിരിക്കുന്നു, കമന്നിട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്, മുകളിൽ വടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു, അടുത്തേക്ക് പോകാൻ പറ്റാത്ത കണ്ടീഷൻ. എന്തായാലും എല്ലാവരെയും അറിയിച്ചു. പോലീസ് അവിടെ നിന്ന് തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കാനുള്ള ശ്രമമായി. ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ബോഡിയുടെ മറ്റുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി അങ്ങനെ ബോഡിയൊക്കെ ഇറക്കി കൊണ്ടുവന്നു. അപ്പോൾ ഈ ആരാണ് ചെയ്തത്, എന്താണ് ചെയ്തതെന്നുള്ള യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും കൊലപാതകം ഉറപ്പിച്ചു. അതിൻ്റെ സെക്ഷൻ ആൾട്ടർ ചെയ്തിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു. ഈ 302 ആക്കി സെക്ഷൻ ആൾട്ടർ ചെയ്തു. അണ്ണാച്ചുള്ളത്ത് എല്ലാം മാൻ മിസ്സിങ് മാറ്റി 302 കിടന്നു. അങ്ങനെ അതിൻ്റെ അന്വേഷണം പിന്നെ ഊർജിതമാക്കി പ്രതികളാരെന്ന് കണ്ടെത്താൻ വേണ്ടി അതിൻ്റെ അവസാനത്തെ കോള് ലാസ്റ്റ് അവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ, നേരത്തെ വിളിച്ച് ചോദിച്ചിരുന്ന ആളുകളെ
വീണ്ടും വിളിച്ചു. അതിൽ മെയിൻ ഒന്നാമൻ രഞ്ജുവാണ്, രഞ്ജിത്ത് എന്ന രഞ്ജു. ആ കുമരപ്പനാലിൽ മറ്റേ ഈ പറഞ്ഞ അമ്പലത്തിൻ്റെ കുറച്ച് തെക്ക് മാറിയിട്ട് കുറച്ച് ഉള്ളിലേക്ക് തെക്ക് മാറി താമസിക്കുന്ന ഒരു പയ്യനാണ്. അച്ഛനും അമ്മയും ഒരു സഹോദരിയൊക്കെ ആയിട്ട് താമസിക്കുന്നതാണ്. അവനെ വിളിച്ചു. ബാക്കി രണ്ട് മൂന്ന് പ്രതികൾ മറ്റ് സംശയിക്കുന്ന ആളുകൾ, കോൺടാക്റ്റ് ഉള്ള ആളുകളുണ്ട്, അവരെയും വിളിപ്പിച്ചു. സ്റ്റേഷനിൽ വിളിച്ചു. മേലുദ്യോഗസ്ഥരൊക്കെ വന്നു. ഓരോരുത്തരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരാളെ ഒന്നാം പ്രതി ഈ പറഞ്ഞ രഞ്ജു എന്ന് പറഞ്ഞവനെ ഞാൻ ചോദ്യം ചെയ്ത് അവനെ പുറത്ത് സീറ്റ് ഇരിക്കുന്നുണ്ടല്ലോ അവിടെ കൊണ്ടുവന്നാക്കിയതിന് ശേഷം ഞാനങ്ങ് മാറി. രണ്ടാമത്തിനെ വിളിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ ചോദ്യം ചെയ്ത കാര്യങ്ങളൊക്കെ മേലുദ്യോഗസ്ഥന്മാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഓഫീസ് മറ്റേ എസ്ഐയുടെ റൂമിൽ ചെന്ന് തിരിച്ചു വരുമ്പോൾ ഒരു കാര്യം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രഞ്ജുവിനെ ചോദ്യം ചെയ്ത് ഇവിടെ കൊടുന്ന് ഇരുത്തിയ സമയത്ത് രഞ്ജു കൈകൊണ്ട് ഇങ്ങനൊരു കാണിക്കല, രണ്ടാമത്തെ ഒരു ചോദ്യം ചെയ്യാനുള്ള ആളോട് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് കൈകൊണ്ട് ഇങ്ങനെ ഒരു കാണിച്ചു. അപ്പോൾ ആ കാണിച്ചത് പാറാവിലിരുന്ന പോലീസുകാരും കണ്ടു. പാലാവിലിരുന്ന പോലീസുകാരൻ എന്നെ മെല്ലെ വിളിച്ചിട്ട് പറഞ്ഞു, സാറ് ചോദ്യം ചെയ്ത് ഇവിടെ കൊടുന്നാക്കിയതിന് ശേഷം രഞ്ജു കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു, എന്നിട്ട് കണ്ണുകൊണ്ട് ഒരു കാണിക്കലൊക്കെ കാണിച്ചു, എന്തോ കാര്യം സംതിങ് ആണ്, കാര്യമായിട്ട് ചോദിച്ചോളാം എന്നാലേ അവൻ പറയുള്ളൂ എന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. ഈ പാറാവിലിരുന്ന പോലീസുകാരൻ അത് ശ്രദ്ധിച്ചു. രണ്ടാമത്തെ ആളെ എടുത്ത് ചോദ്യം ചെയ്യാനായിട്ട് ഇൻട്രോഗേഷൻ റൂമിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ട് അവനോട് പറഞ്ഞു, എന്താടാ രഞ്ജു ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചത്, അവിടെ റെക്കോർഡായിട്ടുണ്ടല്ലോ, TV-യിൽ അവിടെ CCTV റെക്കോർഡായിട്ടുണ്ടല്ലോ. വെറുതെ പറഞ്ഞാണ്. CCTV റെക്കോർഡായിട്ടുണ്ടല്ലോ. അന്ന് CCTV ഒന്നുമില്ല സ്റ്റേഷനിൽ. റെക്കോർഡായിട്ടുണ്ടല്ലോ. അവിടെ പാറാവിലുള്ള പോലീസുകാരൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങളുടെ മൂവ്മെൻറ്റ്സ്. എന്താണ് അങ്ങനെ കാണിച്ചത്, കാര്യങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, സാർ ഞാനെല്ലാം പറയാം സാർ, എനിക്ക് ഇനി ശ്വാസം മുട്ടിയിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ല സാർ എന്ന് തുടങ്ങിയിട്ട് അവൻ അങ്ങ് പറയാൻ തുടങ്ങുകയാണ് കാര്യങ്ങൾ. പറഞ്ഞു വന്നപ്പോൾ ഞങ്ങളും ആകെ ഞെട്ടിപ്പോയത് ഒരവസ്ഥയാണ്. ഒരു കാരണവുമില്ലാതെ, പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ഈ പയ്യനെ മറ്റുള്ള ഈ രഞ്ജു എന്ന് പറയുന്ന ഒന്നാം പ്രതി, ഈ പറയുന്ന ആദ്യം ചോദ്യം ചെയ്ത ആ രഞ്ജു ഒരു കഥകൾ ഉണ്ടാക്കുകയാണ്. ഈ രണ്ടാം പ്രതിയുടെ ഏതോ ഒരു കാമുകിയുണ്ടെന്നും ആ അവനെ പ്രേമിക്കുന്നത് തടസ്സം നിൽക്കുന്നത് ഈ കൊല്ലപ്പെട്ട മനീഷാണെന്നും നമുക്കത് ചോദ്യം ചെയ്യണം അവനെ എന്ന് ഇവരോടൊക്കെ പറയാം. എന്നാൽ ഒന്നാം പ്രതിയുടെ ഇൻറ്റൻഷൻ, ഈ പറഞ്ഞ രഞ്ജുവിൻ്റെ ഇൻറ്റൻഷൻ ഇവനെ കൊന്നിട്ട് സ്വർണ്ണാഭരണം കവർച്ച ചെയ്യണം എന്നുള്ളതാണ് അവൻ്റെ ഇൻറ്റൻഷൻ. അതിന് ഒന്നാം പ്രതി ആസൂത്രണം ചെയ്ത ഒരു സംഭവമായിരുന്നു ഇത്. അത് ഇവരെല്ലാവരും ഞെട്ടിച്ചു. അവരെന്നിട്ട് അതിൽ ലോക്കായി കിടക്കുകയാണ്. രഞ്ജു ഈ കാര്യം കൃത്യം ചെയ്തതിന് ശേഷം ഇവരൊക്കെ അതിൽ കുടുങ്ങി കിടക്കുക, ഒന്നും പറയാനും പിടിക്കാനൊന്നും പറ്റാത്ത വിധത്തിൽ ഇങ്ങനൊരു ദാരുണമായിട്ടുള്ള സംഭവം ചെയ്തതാണ്. അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ മനീഷിനെ വിളിച്ചു വരുത്തിയതാണ് ഇവിടേക്ക്, ഈ അമ്പലത്തിൻ്റെ പുറകിലുള്ള പാറയുടെ മുകളിൽ രാത്രി ഇവരെല്ലാവരും ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മനീഷിനെ വിളിച്ചു. മനീഷും വന്നു. എല്ലാവരും ഒരു 3-4 പേരുണ്ട്. അതിന് ആളുകളുടെ പേരൊന്നും ഇപ്പോൾ ഓർക്കുന്നില്ല, ഇനിയിപ്പോൾ നോക്കിയാൽ എനിക്ക് അറിയാം. അപ്പോൾ അവരെ വിളിച്ചു വരുത്തി അവിടെ ഇരുന്ന് മദ്യം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഈ രഞ്ജു മുൻകൂട്ടി തയ്യാറാക്കിയിട്ട് കൊണ്ടുവന്ന വെട്ടുകത്തി, കുറേ കാര്യങ്ങളും കണ്ട് ഈ കഥകളൊക്കെ മറ്റുള്ളവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരിക്കുക, അങ്ങനെ കാര്യങ്ങൾ. പക്ഷേ രഞ്ജുവിൻ്റെ ഇൻറ്റൻഷൻ വേറെയായിരുന്നു. രഞ്ജു അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്ന് ചുറ്റിക എടുത്തിട്ട് ഇവൻ്റെ തലയ്ക്ക് അങ്ങ് ആഞ്ഞ് അടിക്കുകയായിരുന്നു. ഈ അടി കൊണ്ടിട്ട് ഈ കൂട്ടുകാരല്ലേ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്, ഇങ്ങനെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല മനീഷ് പറയാണ്, ഡാ എന്താടാ ചെയ്യുന്നത്, നീ എന്തിനാണ് എന്നെ അങ്ങനെ ചെയ്യുന്നത്, വളരെ ദയനീയമായിട്ട് അവൻ പറയുന്നതിലും അവൻ ഇതാവുകയും ചെയ്യുന്നു. അങ്ങനെ ആഞ്ഞടിക്കുകയാണ്. അങ്ങനെ അവൻ കൊല്ലപ്പെട്ടിട്ട് ഇതിന് ദൃശ്യം മോഡൽ സിനിമയുടെ ഒരു കഥ ഉണ്ടാക്കുകയാണ് അവൻ. കൊലപ്പെടുത്തിയതിന് ശേഷം ഇത് ഡിസ്പോസ് ചെയ്യാൻ, തെളിവ് നശിപ്പിക്കാൻ, ഇവനെ കുഴിച്ചിടാൻ വേണ്ടി മുകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവർക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല ഈ 2-3 പേർക്ക്. അപ്പോൾ ഈ രഞ്ജു എന്ത് ചെയ്യുന്നു, അവൻ്റെ പരിചയത്തിലുള്ള മറ്റൊരു കൂട്ടുകാരനെ പോയി വിളിക്കുകയാണ്. രാത്രി പോയി മോട്ടോർ സൈക്കിളിൽ പോയി വിളിച്ചിട്ട് അവനെയും കൂടി കൊണ്ടുവന്നു. അവൻ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് ഇതിങ്ങനെ നടക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഇങ്ങനെ കൊല്ലപ്പെട്ട വിവരം അവനറിയുന്നത്. അങ്ങനെ അവനെന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അവനിതിൽ ഇൻവോൾവഡായി ടോർച്ച് അടിച്ച് കൊടുത്തിട്ടും മറ്റും അങ്ങനെ ഇതിനെ മലമുകളിലേക്ക് കെട്ടി വലിച്ച് കൊണ്ടുപോകാൻ, വടിയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് വലിയ തണ്ട് വെട്ടി കൊണ്ടിട്ട് മലമുകളിലേക്ക് വലിച്ച് കയറ്റി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് കുഴിച്ചിടാനുള്ള പരിപാടിയായിരുന്നു. പക്ഷേ ആ പാറമുകളുടെ മുകളിൽ ഇവർക്ക് മണ്ണ് കുഴിച്ചിടാൻ മാത്രമുള്ള, കുഴി വെട്ടാൻ മാത്രമുള്ള സ്ഥലം കിട്ടിയില്ല. അങ്ങനെ അവിടെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പിറ്റേ ദിവസം അവർ പലപ്പോഴായി ചെന്നിട്ട്
ഈ ബ്ലഡിൻ്റെ ഭാഗങ്ങളിലൊക്കെ പെയിൻറ്റ് അതുപോലുള്ള സാധനങ്ങളൊക്കെ ഒഴിച്ച് ആ ബ്ലഡ് കാണാത്ത വിധത്തിലാക്കി തീർത്തു. ഇവരെ അന്നത്തെ രാത്രിയിലത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വഴിതിരിച്ച് വിടാൻ വേണ്ടി കുറേ സുഹൃത്തുക്കളെ, അവർക്കൊന്നും ഈ സംഭവം അറിയില്ല, അവരെ കഥകൾ പറഞ്ഞുണ്ടാക്കി കൊടുത്തു. ആ കഥകൾ എല്ലാ പോലീസ് ചോദിക്കുമ്പോൾ അവരൊക്കെ അങ്ങനെ പറയാണ്, ഇവിടെ ചീട്ട് കളിച്ചിരുന്നു, അവിടെ പോയിരുന്നു എന്നുള്ള ദൃശ്യ മോഡലൊരു കഥകളെ പറയണം. അന്നത്തെ ദിവസം അവിടെയായിരുന്നു ഇവിടെയായിരുന്നു എന്ന് അവരെ കൊണ്ട് പറയിപ്പിച്ചു. ഈ രഞ്ജുവാണ് ഇതിൻ്റെയൊക്കെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്, ഒന്നാം പ്രതി. ഈ രഞ്ജുവിൻ്റെ ഇൻറ്റൻഷൻ ഈ കൊലപാതകം ചെയ്തിട്ട് അവൻ്റെ ആഭരണങ്ങൾ മോഷ്ടിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു രഞ്ജുവിൻ്റെ ഇൻറ്റൻഷൻ. അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താതെ അവരെ ഇതിൽ ഇൻവോൾവഡ് ആക്കി എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. എന്നിട്ട് ഇവൻ ചെയ്തൊരു കാര്യമുണ്ട്, അത് ദൈവാധീനം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇവൻ ഈ കൊല്ലപ്പെട്ട മനീഷിൻ്റെ മൊബൈൽ ഫോൺ ദൃശ്യ മോഡലിൽ അതിൻ്റെ സിമ്മൊക്കെ ഊരിയെടുത്തിരുന്നു. ആദ്യം പിന്നെ എടുത്തു വെച്ചു, സിമ്മ് ഊരിയിട്ട് നേരെ ബാറ്ററിയുടെ മുകളിൽ വെച്ചു. എന്നിട്ട് അതിനെ ലോക്ക് ചെയ്തിട്ട് ഈ രണ്ടാം പ്രതിയുടെ കയ്യിൽ കൊടുത്തു വിട്ടു, ഇതിനെ കൊണ്ടുപോയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയിടാൻ. അങ്ങനെ ഈ കൊല്ലപ്പെട്ടവൻ്റെ മറ്റേ മോട്ടോർ സൈക്കിൾ എടുത്തിട്ട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് കൊണ്ടുപോയി വെച്ചു. അവൻ്റെ മൊബൈൽ ഫോണ് ആ വഴിക്ക് വന്ന ഒരു ട്രെയിനിൽ 7-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ള ചെന്നിട്ട് അവിടെ ഒരു ട്രെയിനിൻ്റെ ബാത്റൂമിൻ്റെ ഉള്ളിൽ മൊബൈൽ ഫോൺ കയറ്റി വെച്ചു. എന്തോ നല്ല കാലം ഈ രണ്ടാം പ്രതിക്ക് അറിയില്ല ഇതിൻ്റെ സിമ്മ് ഇൻസർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള വിവരം അവനറിയില്ല. അത് ഈ തിരക്കിനിടയിൽ അവർ മറന്നുപോവുകയും ചെയ്തു. ഈ സിമ്മ് ഇൻസർട്ട് ചെയ്തിരുന്നുവെങ്കിൽ ആ ട്രെയിനിൽ ഈ ലൊക്കേഷൻ കാണിച്ച് വടക്കേന്ത്യ കാര്യങ്ങൾ ട്രെയിൻ എവിടേക്കൊക്കെ പോയിട്ട് അവിടെയൊക്കെ ലൊക്കേഷൻ കാണിച്ചേനെ. ഞങ്ങളതിൻ്റെ പിന്നാലെ വടക്കേന്ത്യയും ഗ്രാമങ്ങളിലും വടക്കേന്ത്യ സ്ഥലങ്ങളിലൊക്കെ കറങ്ങേണ്ടത് എന്നതിനെ. പക്ഷേ ഈ ഒന്നാം പ്രതി ഊരി വെച്ചിട്ടുള്ള ബാറ്ററിയുടെ മുകളിൽ ഊരി വെച്ചിട്ടുള്ള സിമ്മ് ഇൻസർട്ട് ചെയ്യാൻ മറന്നു. അതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് ലൊക്കേഷൻ മാറി വന്നില്ല. അങ്ങനെ ഈ ബാത്റൂമിൻ്റെ ഉള്ളിൽ ഈ ഷീറ്റ് ഇളകിയതിൻ്റെ ഇടയിൽ അവൻ വെച്ചു. ട്രെയിൻ പോയി, മോട്ടോർ സൈക്കിള് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയും കൊണ്ടുപോയി വെച്ചു. അത് ദൃശ്യം മോഡലൊരു പരിപാടി ചെയ്തതാണ്. അതുകൊണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വേറൊരു കൂട്ടുകാരനെ വിളിച്ചിട്ട് ഇവർ ഈ കാർ ഇവന് കൃത്യത്തിന് ഉപയോഗിച്ച മുതലുകളെല്ലാം കൂടിയിട്ട് ഒരു ബാഗിലാക്കിയിട്ട്, ഇവൻ കൊടുക്കുന്ന ബാഗിലാക്കിയിട്ട് അതിനെ വടക്കാഞ്ചേരിക്കപ്പുറം ഉള്ളിൽ ഒരു വലിയ കോറിയുണ്ട്. വലിയ കോറി എന്ന് പറഞ്ഞാൽ അത് അത്രയും വെള്ളം കെട്ടി നിൽക്കുന്ന വളരെ താഴ്ചയുള്ള ഒരു കോറിയാണ്. ആ കോറിയിൽ മറ്റേ ദൃശ്യത്തിൽ കാറ് തള്ളിയിടുമ്പോൾ തന്നെ ഇത് കൊണ്ടുപോയിട്ട് ഈ ബാഗും സാധനങ്ങളൊക്കെ വേറൊരു കാറിൽ പോയിട്ട് ഇത് മറ്റേ കോറിയിൽ കൊണ്ടുപോയിട്ടു. ഈ കോറിയിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല, അങ്ങനെ താഴ്ചയും കാര്യങ്ങളാണ്. അതിൽ മുങ്ങിയെടുക്കാനും പറ്റില്ല. എന്നിട്ട് ഞങ്ങളത് അവൻ്റെ കൺഫെഷൻ പ്രകാരം ഈ സാധനം മുങ്ങിയെടുത്തത് പെരുമ്പാവൂരിൽ നിന്നുള്ള സ്കൂബ മറ്റേ മുങ്ങൽ വിദഗ്ധരെ കൊടുന്ന് ഫയർഫോഴ്സിൻ്റെ മുങ്ങൽ വിദഗ്ധരെ കൊടുന്ന് അവർ തോണിയിൽ പോയിട്ടാണ് ഈ സാധനം മുങ്ങി അവിടെ പൊങ്ങി നോക്കിയത്. കാരണം വെള്ളം മാത്രം കട്ടിയായിട്ട് കിടക്കുന്ന വെള്ളം, കോറിയിലെ വെള്ളമല്ലേ, പൊങ്ങി അടിയിലേക്ക് പോകുന്നതോറും പ്രഷർ കൂടി ചെവിയിൽ നിന്ന് ചോരയൊക്കെ വരാൻ തുടങ്ങുമെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. എന്തായാലും ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ചിട്ട് അതിൻ്റെ സജ്ജീകരണങ്ങളോട് കൂടിയിട്ട് ഇവർ താഴ്ത്ത് ഒരുപാട് താഴെ പോയിട്ടും സാധനം കിട്ടിയില്ല. പല പ്രാവശ്യം മുങ്ങി നോക്കിയപ്പോൾ അതിനകത്ത് താഴ്ത്ത് ഒരു മരം നിൽക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ വെള്ളത്തിൻ്റെ അടിയിൽ ഈ സാധനം കൊളത്തിയിരിക്കുന്നു. അങ്ങനെയൊക്കെ ദൃശ്യ മോഡൽ ഈ കുറ്റകൃത്യം ചെയ്തതാണ്. രഞ്ജിത്തിൻ്റെ ഇൻറ്റൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്വർണ്ണാഭരണങ്ങൾ, അവൻ്റെ ശരീരത്തിൽ ധരിച്ചിരുന്ന മാല, മോതിരം, അങ്ങനെ എന്തൊക്കെയോ സ്വർണ്ണാഭരണങ്ങളുണ്ട്. ആ സ്വർണ്ണാഭരണങ്ങളും മറ്റ് അവൻ്റെ കയ്യിൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് അവൻ. അപ്പോൾ ആ പൈസയ്ക്ക് ഉണ്ടാകുന്നുള്ള ധാരണയുടെ മുകളിൽ അത് കവർച്ച നിർത്തുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ രഞ്ജു എന്ന് പറഞ്ഞ ഒന്നാം പ്രതിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അവൻ ഈ കുറ്റകൃത്യം ചെയ്തത്. അതിന് മറ്റുള്ള കൂട്ടുകാരെ കരുവാക്കി വേറൊരു കഥ മെനഞ്ഞുണ്ടാക്കുന്നതൊക്കെ കാര്യങ്ങളൊക്കെയാണ് അവൻ ചെയ്തത്. പക്ഷേ അവർ എല്ലാവർക്കും പിന്നീട് മനസ്സിലായി ഇത് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള അവർക്കും മനസ്സിലായി. അവരും ഇതിൽ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്ത് അതിൻ്റെ തെളിവ് നശിപ്പിക്കാനും ഒക്കെ ഒപ്പം നിന്ന് എല്ലാം ചെയ്ത ആളുകളാണ്. ഇതാണ് ആ കേസിലുണ്ട്. ആ കേസ് ഇപ്പോൾ PT-യിലാണെന്നാണ് എൻ്റെ ധാരണ. പെൻഡിങ് ട്രയലിലാണ് നിൽക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. വിധി മറ്റുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ല. കോടതി നടപടികൾ സ്വീകരിക്കാൻ തുടങ്ങുന്നതായിട്ടാണ് അറിയുന്നത്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. 2013 കാലഘട്ടത്തിൽ ഞാൻ കുന്നംകുളം DYSPയുടെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലുള്ള മറ്റേ കുണ്ടുകാട് ഭാഗത്ത്, കുണ്ടുകാടിൽ നിന്ന് കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഒരു വനം പ്രദേശമാണ്, ഒരു വനം പ്രദേശം.
ആ ഭാഗത്ത് ഒരു ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരു പയ്യൻ, ഒരു ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു പയ്യനെ കാണാതാവുന്നു. കുറേ കാലം അന്ന് കാലത്ത് വെള്ളമൊക്കെ നല്ല മഴ പെയ്തിരുന്ന നല്ല കുത്തി ഒഴുകുന്ന മഴയും അതുമാതിരിക്ക് വെള്ളം കുത്തി ഒഴുകിയിരുന്ന സ്ഥലമാണ്. ഇവൻ്റെ വീട്ടിലേക്കാണെങ്കിൽ മെയിൻ റോട്ടിൽ നിന്ന് ഉള്ളിലേക്ക് കുറേ വനത്തിലൂടെയൊക്കെ പോകണം. വനത്തിലൂടെയൊക്കെ പോയിട്ടുള്ളൊരു വീടാണ്. വനത്തിൻ്റെ സൈഡിലാണ് ഇയാളുടെ വീടും. വാഴാനി റിസർവ് ഫോറസ്റ്റിൻ്റെ ആ ഭാഗത്ത് കയറ്റാണ് വീട് കിടക്കുന്നത്. അങ്ങനെയുള്ള ഒരാളെ, ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരാളെ കാണുന്നില്ല. അവൻ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയുന്നു. അന്വേഷിച്ച് വന്ന് നോക്കിയപ്പോൾ ഇവൻ ജോലിക്ക് പോയ ശ്രീജിത്ത് അന്ന് വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് ബസ് ഇറങ്ങി നടന്നു പോകുന്നതായിട്ട് കണ്ടതായിട്ട് ചില ആളുകൾ മൊഴി നൽകുന്നുണ്ട്. അങ്ങനെ നിരന്തരമായിട്ട് ഇവനെക്കുറിച്ച് അന്വേഷിച്ചിട്ടും ഫയർഫോഴ്സും മറ്റുള്ള കാര്യങ്ങളും വെള്ളത്തിലും കുഴിയിലും കാട്ടിലും വനത്തിലും എല്ലാ ഭാഗത്തും ഇവനെക്കുറിച്ച് അന്വേഷിച്ചു പോലീസ്. യാതൊരു രക്ഷയുണ്ടായില്ല, കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുകയാണ് DYSP സാർ പറഞ്ഞ, അഷ്റഫെ, ഇങ്ങനെ വടക്കാഞ്ചേരി ലിമിറ്റിൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയിട്ട് അന്വേഷിക്കുക. ഞാനും അപ്പോൾ ഹബീബ്, ഞങ്ങളുടെ സ്ക്വാഡിലുള്ള ഞങ്ങളെല്ലാവരും കൂടിയിട്ട് വടക്കാഞ്ചേരിക്ക് വന്ന് ആ കേസിൻ്റെ പറ്റി പഠിച്ച് സംഭവ സ്ഥലത്ത് പോയിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. കുറേ ദിവസം അന്വേഷിച്ചിട്ടും യാതൊരു ഇതുമില്ല. അപ്പോൾ ആ വീടിനോട് ചേർന്നിട്ട് ഈ കൊല്ലപ്പെട്ടവൻ്റെ അല്ലെങ്കിൽ ഈ കാണാതായവൻ്റെ വീടിനോട് ചേർന്നിട്ട് മറ്റൊരു പോലീസുകാരൻ, റിട്ടയേർഡ് പോലീസുകാരൻ താമസിക്കുന്നുണ്ട്. അയാളും അയാളുടെ മകനും ഭാര്യയും മക്കളൊക്കെ ആയിട്ട് താമസിക്കുന്നുണ്ട്. അതിന് തൊട്ടപ്പുറത്താണ് ഈ പറഞ്ഞ കാണാതായവൻ്റെ ശ്രീജിയുടെ വീട്. അവിടെയൊക്കെ നമ്മൾ അന്വേഷിച്ചു. ഈ കൊല്ലപ്പെട്ടവൻ്റെ മറ്റേ ഈ അയൽവാസിയായ പോലീസുകാരൻ്റെ മകനെയും ചോദ്യം ചെയ്തു. പല ആളുകളും നിരന്തരമായി ചോദ്യം ചെയ്തു. ഇവൻ്റെ ഭാര്യ വീട് എറണാകുളത്തുള്ള, ഈ കാണാതായവൻ്റെ ഭാര്യ വീട് എറണാകുളത്ത്, അവിടെയുമായി ബന്ധപ്പെട്ട് അവിടെ അന്വേഷണം നടത്തി. യാതൊരു രക്ഷയുണ്ടായില്ല. പക്ഷേ എനിക്ക് അന്ന് മുതൽ ഒരു സംശയം നിലനിന്നിരുന്നു. ആ പോലീസുകാരൻ്റെ മകൻ്റെ മൊഴിയിൽ ആദ്യമേ അവൻ പറഞ്ഞു, ഞാൻ അന്നത്തെ ദിവസം ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട് അവൻ്റെ സ്ഥലത്തിൻ്റെ ഒരു ഇടപാടുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഓഫീസിലേക്ക് പോയതാണെന്നും എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു ക്ലിയർ അല്ലാത്തൊരു മൊഴിയാണ് അവർ തന്നിരുന്നത്. ആ മൊഴി അന്ന് മുതൽ നമുക്ക് സംശയമായിരുന്നു, ഈവൻ പറഞ്ഞത് ശരിയല്ലല്ലോ. പക്ഷേ അവിടെ പോയതായിട്ടോ അങ്ങനെ വന്നതായിട്ടോ നമുക്ക് അറിയുന്നില്ല. പക്ഷേ നമുക്ക് ഇവനെ കൃത്യം ചെയ്യാനോ അല്ലെങ്കിൽ ഇവനെ കാണാതിരിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിരിക്കാനോ, ഇവർ തമ്മിൽ ശത്രുതയോ മറ്റു പ്രശ്നങ്ങളോ വേറെ ഒന്നും യാതൊരു ഇതുമില്ല. അവൻ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് ജീവിക്കുന്നു. ഇവൻ മറ്റേ ഏതൊരു കമ്പനിയിലൊക്കെ ജോലി ചെയ്ത് കാണാതായവൻ അങ്ങനെ ജീവിക്കുന്നു. ശത്രുതയും മറ്റു കാര്യങ്ങളൊന്നുമില്ല. അയൽവാസികളാണ്, നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ മൊഴിയിൽ എന്തോ ഒരു വൈരുദ്ധ്യം. ഇതിന് പോലീസുകാരൻ്റെ മകനാണ്. അയാളോടും ചോദിച്ചപ്പോൾ അയാൾ ഇങ്ങനെ വളരെ പൊളൈറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് മറ്റു സംശയത്തിനകത്ത് വിധത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരെ കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിച്ചപ്പോൾ, സാറേ, ഇവർ ആ സംഭവത്തിന് ശേഷം അങ്ങനെ ഇവനെ കാണാതായതിന് ശേഷം അത്ര ഇതല്ലല്ലോ സാർ, എന്തോ ഒരു ഒതുങ്ങിയ മാലിക്ക് അവൻ്റെ സാധാരണ റൊട്ടീൻ ജീവിത രീതിയിൽ നിന്ന് മാറി മറ്റൊരു ജീവിതത്തിലാണ് ജീവിക്കുന്നത് സാർ. അവൻ കള്ളുകൂടിയൊന്നും ഇപ്പം ഇല്ല, അങ്ങനെയാണ് പറഞ്ഞത്. മദ്യപിക്കുന്ന സ്വഭാവക്കാരനാണ്, പക്ഷേ ഇപ്പം അങ്ങനെ മദ്യപിക്കുന്നൊന്നുമില്ല, എന്തോ സംതിങ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്കായിട്ടാണെങ്കിൽ ഇവനൊരു തെളിവുകളില്ലാതെ പറഞ്ഞ മൊഴിയിൽ മറ്റു ചൂണ്ടിക്കാണിക്കാവുന്ന വൈരുദ്ധ്യങ്ങളൊന്നും ഇല്ലാതെ ഉള്ളൊരവസ്ഥയും എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷേ ഞങ്ങൾ നിരന്തരമായിട്ട് അവനെ വാച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. രക്ഷയില്ല, അവൻ കള്ളുടി നിർത്തിയിരിക്കുകയാണ്. ചില ആളുകൾ കള്ളു കുടിക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ പറയുള്ളൂ. എന്തായാലും ഞങ്ങൾ ഇൻഫർമെൻറ്റുകളെ അവിടെ അങ്ങനെ നിയോഗിച്ചു. നമ്മുടെ എല്ലാ ഭാഗത്തും പോലീസിന് പ്രത്യേകിച്ച് സ്ക്വാഡ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഓരോ ഏരിയയിലും രഹസ്യങ്ങൾ ചോർത്തിത്തരാനുള്ള ആളുകളുണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ നമുക്ക് അവിടെയും കുറേ ആളുകളുണ്ടായിരുന്നു. അങ്ങനെ കൊല്ലങ്ങൾ, 1 വർഷം 2 വർഷമൊക്കെ ആയി. യാതൊരു അനക്കമില്ല. ഞങ്ങളുടെ ഇടയ്ക്കുള്ള നിരീക്ഷണങ്ങളുണ്ട്, ഇടയ്ക്ക് അവിടെ പോവും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ പോകാറുള്ളൂ. പക്ഷേ സംശയങ്ങൾ അങ്ങനെ നിലനിൽക്കുകയാണ്. പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞു വന്യമൃഗങ്ങൾ എന്തെങ്കിലും പിടിച്ചു തിന്നിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെയുള്ള റൂമറുകളൊക്കെ ഇറക്കണം. അപ്പോൾ ആ റൂമറുകൾ എവിടുന്നാണ് വരുന്നതെന്ന് അന്വേഷിച്ചു. അതും അന്വേഷിച്ച് നോക്കിയപ്പോൾ ഒരിക്കൽ ഇവൻ പറഞ്ഞതാ, ഈ പോലീസുകാരൻ്റെ മകൻ അങ്ങനെ പറഞ്ഞു എന്നൊക്കെയാണ് ചില റൂമർ കേൾക്കുന്നത്. അപ്പോൾ അവനാണ് അതും പറയുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോൾ വലിയൊരു സംശയമുണ്ട്. അപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള കുറേ ആളുകളോട്, ചില ആളുകളുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്, നിങ്ങളൊന്നും അവനെ നിരീക്ഷിക്കണേ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവണേ എന്ന് പറഞ്ഞു. അങ്ങനെ 1 വർഷം കഴിഞ്ഞു, 1-2 വർഷത്തോളം ആകാറായപ്പോൾ ഒരു ദിവസം ഒരു കൂട്ടുകാരൻ വിളിച്ചു, ഒരു ഇൻഫർമെൻ്റ് വിളിച്ചു, സാർ, ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഒന്ന്
കാര്യങ്ങളുണ്ട്, സാർ ഒന്ന് അർജൻറ്റായിട്ട് വന്നൊരു കാര്യം പറയാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെല്ലുന്നതാണ് ഓടിച്ചത്. അപ്പോൾ സാറേ, അവനെന്തോ കള്ളു കുടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കള്ളു കുടിച്ച് വീട്ടിൽ എന്തോ ബഹളം ഉണ്ടായിട്ടുണ്ട്. ബഹളത്തിൻ്റെ ഇടയിൽ അവൻ്റെ അച്ഛൻ പറഞ്ഞു, ഞാനെല്ലാം പോലീസിനോട് അങ്ങോട്ട് പറയും, അപ്പം നീ അങ്ങോട്ട് അകത്ത് പോവും. അങ്ങനെ എന്തോ 2-3 ഡയലോഗുകൾ പറഞ്ഞിട്ടുണ്ട് അവർ നമ്മൾ വഴക്കൂടിയപ്പോൾ എന്നുള്ളത് അയൽവാസിയായിട്ട് നമ്മുടെ ഒരു ഇൻഫർമൻറ്റ് നമുക്കൊരു ഇത് വന്നു. അങ്ങനെ ഒരു വിവരം പറഞ്ഞു. അത് കേട്ട ഉടനടി തന്നെ ഞാൻ കാരണം DYSPയുടെ സിയോടൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞാൻ നേരെ ഈ പോലീസുകാരനെ പൊക്കി. ഞങ്ങളുടെ ടീം, ഞാനും ഹബീബിലൊക്കെ കൂടി വന്ന് അങ്ങനെ ഈ പോലീസുകാരനെ പൊക്കിയെടുത്തു. റിട്ടയർഡ് പോലീസുകാരനെ പൊക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി. റിട്ടയർഡ് പോലീസുകാരനാണെങ്കിലും പ്രായാധിക്യം ഉണ്ടെങ്കിലും പ്രായത്തിൻ്റെ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു പോലീസുകാരനായിരുന്നു. നല്ല സൈസുള്ള നല്ല ഒരു പോലീസുകാരൻ, നല്ല ഇതുള്ള ഒരു പോലീസുകാരൻ. അപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു, സാറിന് നിങ്ങൾക്കറിയാലോ, സാറിനല്ല നിങ്ങൾക്കറിയാലോ പോലീസ് ചോദ്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കള്ള വിവരങ്ങൾ, അപ്പോൾ അവിടേക്കൊന്നും നിൽക്കണ്ട, നമുക്ക് കേസിൻ്റെ കാര്യങ്ങൾ വിവരം പൂർണ്ണമായിട്ട് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വിളിച്ചത്, നിങ്ങളെ പിടിച്ചു കൊണ്ടുവരുന്നതും, അപ്പോൾ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പിന്നെ മടിയൊന്നും കൂടാതെ അയാൾ പറഞ്ഞു, ഞാൻ പറയാം സാർ, ഞാനെന്തിനാ മറച്ചു വയ്ക്കണേ, ഇനി എൻ്റെ മകനൊരു അബദ്ധം പറ്റിയതാണ്. അവൻ പന്നിക്ക് കുടുക്ക് വെച്ചിരുന്നു. പന്നിക്ക് കുടുക്കല്ല, പന്നിക്ക് ഷോക്ക് വെച്ചിരുന്നു. ഈ പന്നിക്ക് വെച്ച ഷോക്കിൽ ഇവൻ എങ്ങനെയോ വന്ന് ഈ ശ്രീജിത്ത് അതിൽ മരണപ്പെട്ടു. ഞങ്ങൾ പാതിര നേരത്ത് പുലർച്ചയ്ക്കും കുറച്ച് മുമ്പ് സമയത്ത് സാധാരണ പോയി നോക്കാറുണ്ട് പന്നി പെട്ടുവന്ന്. അങ്ങനെ പോയി നോക്കുമ്പോഴാണ് ഇവൻ പെട്ട് കിടക്കുന്നത് കാണുന്നത്. ആ പേടിയിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അങ്ങനെ അതിനെ ഞങ്ങൾ 2 പേരും കൂടിയിട്ട് അതിനെ വീട്ടിൽ ഈ സാധാരണ മഴക്കുഴികൾ കുഴിക്കാറുണ്ട് ആളുകൾ, മഴക്കുഴികൾ കുഴിച്ചിട്ടില്ലേ റബ്ബർ തോട്ടത്തിൽ, അങ്ങനെ വേറെ പറമ്പിൽ മഴക്കുഴികൾ കുഴിച്ചിട്ടുണ്ടായിരുന്നു. ആ മഴക്കുഴികൾ കുഴിച്ചിട്ടതിൽ ചെക്കൻ കുഴിച്ചിട്ടുണ്ട്, അതിന് മണ്ണിട്ട് മൂടിയുണ്ട്. അവന് ചോദിച്ചാൽ അവൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞുതരും, അവനറിയാം എന്ന് പറഞ്ഞു. അങ്ങനെ മകനെ പെട്ടെന്ന് പോയി മകനെ പിടിച്ചു കൊടുന്നു. കാര്യങ്ങൾ വിശദമായി ചോദിച്ചപ്പോൾ മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ലയെന്ന് ചെക്കന് മനസ്സിലായി. ചെക്കൻ ഇതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവിടെ കുഴിച്ചിട്ടുണ്ട് സാർ, എന്നെ കൊണ്ടുപോയി ഞാൻ കാണിച്ചു തരാം, മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ അവൻ പെട്ട് കിടക്കുകയായിരുന്നു, അപ്പോൾ ഞാൻ എടുത്ത് കുഴിച്ചിട്ടതാണ്. അങ്ങനെ അവനെയും കൂടി പോയി പോലീസും DYSP മറ്റുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എക്സിമേഷൻ നടത്താനുള്ള ഡോക്ടർമാർ എല്ലാവരും വന്ന് എക്സിമേഷൻ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീർണിച്ച അവസ്ഥയിലുള്ളത്, മറ്റേ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ബോഡികൾ, അങ്ങനെയുള്ള ബോഡികൾ ഒക്കെ ഉള്ള സാധനങ്ങളാണ് എക്സിമേഷൻ നടത്തുന്നത്. നമ്മൾ സംഭവ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ പരിശോധന മറ്റേ പോസ്റ്റ്മോർട്ടമൊക്കെ നടത്തുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്നതാണ് എക്സിമേഷൻ എന്ന് പറയും. അപ്പോൾ ഡോക്ടർമാർക്കൊക്കെ റിക്വസ്റ്റ് കൊടുത്ത് അവരൊക്കെ വന്ന് നമ്മൾ കുഴി മാന്താൻ തുടങ്ങി. ഇവർ കാണിച്ചിരുന്ന ഈ പറഞ്ഞ മഴക്കുഴിക്ക് അകത്ത് 2 വർഷമായി കേട്ടോ ഏകദേശം. അതിനകത്ത് കുഴിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ വാഴ വെച്ച് വാഴയ്ക്ക് വെട്ടിയിരിക്കുന്നു, കൊല വെട്ടിയിരിക്കുന്നു, പടത്ത് വാഴ വെച്ചിട്ട്. അപ്പോൾ ആ വാഴയ്ക്ക് വെട്ടി മാറ്റി അവിടുന്ന് നോക്കിയപ്പോഴേക്കും ഈ കുട്ടിയുടെ ഈ ശ്രീജിത്തിൻ്റെ ഭാര്യയൊക്കെ വന്നിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെയല്ലേ വീടിനോട് ചേർന്നിട്ടാണ്. അപ്പോൾ വീട്ടുകാരിങ്ങനെ പറയുന്നുണ്ട്, അവർക്കത് അവർക്കത് കുഴിച്ചിടാതിരുന്നൂടെ എന്ന്. ഞങ്ങൾ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ, എൻ്റെ മകൻ അങ്ങനെയാണ്, കർമ്മങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല അതെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ഭയങ്കര കരച്ചിലും പിടിച്ചിലും കാര്യങ്ങളൊക്കെ ബഹളങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോ ആളെ കൂലിക്ക് നിർത്തിയിട്ട് അതൊക്കെ അവൻ കാണിച്ചു തന്ന പ്രകാരം ആ കുഴി മാന്തി നോക്കിയപ്പോൾ ആ കുഴിയിൽ ഇങ്ങനെ മറന്ന് കിടക്കുന്നു കാര്യങ്ങൾ കണ്ട്. അവൻ്റെ ബോഡി അവിടെ നിന്ന് എടുത്ത് നമ്മൾ ഇൻക്വസ്റ്റ് നടത്തി, അവിടെ തന്നെ എക്സിമേഷൻ നടത്തി ബന്ധുക്കൾക്ക് മറവ് ചെയ്യാൻ കൊടുത്തു. ആ കേസ് ഇപ്പോഴും പെൻഡിങ് ട്രയലിലാണെന്ന് എൻ്റെ ഓർമ്മ. പിന്നെ എൻ്റെ അമ്മയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കാറുണ്ട് എന്നെ. ഒരു പാവപ്പെട്ട വീട്ടുപണിക്കൊക്കെ പോകുന്ന ഒരു സ്ത്രീയാണ് അവർ. ആ കാലത്തൊക്കെ കുറേ വിളിച്ചിരുന്നു, ഇപ്പോൾ അടുത്ത കാലത്തും വിളിച്ചിരുന്നു, സാർ എന്താ വിശേഷം, എൻ്റെ മകൻ്റെ എന്തായി എന്നൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട്. പിന്നെ അത് പെൻഡിങ് ട്രയലിൽ കിടക്കുന്നതാണ്, എന്താണ് ഇപ്പോൾ അവസ്ഥ എന്ന് എനിക്കറിയില്ല. അതാണ് അങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. രാധാനഗർ പോലീസ് സ്റ്റേഷനിലെ പരിധിയിലുള്ള ചില ഗ്രാമങ്ങളിലാണ് ഇവൻ താമസിക്കുന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാധാനഗർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടുത്തെ SHOനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചു. SHO പറഞ്ഞു അത് റിസ്ക്കാണ്, ആ ഗ്രാമങ്ങളിൽ പോകൽ റിസ്ക്കാണ്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അന്വേഷണ സംഘങ്ങൾ ഇതുപോലെ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്, അവർക്കൊക്കെ അപകടങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഗ്രാമങ്ങളൊക്കെ കൊള്ള സംഘങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങിയിട്ടുള്ള ഗ്രാമങ്ങളാണ്. നമുക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള സെക്യൂരിറ്റി കാര്യങ്ങളൊന്നും ഇല്ലാതെ അവിടെ ഒറ്റയ്ക്ക് പോകുന്നതിലും റിസ്ക്കാണ്.